സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ 102 നമ്പർ പോളിംഗ് ബൂത്താണ് ചെട്ടിയാലത്തൂർ ഗവൺമെൻറ് LP സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. പണ്ട് 500-ലധികം ആളുകൾ വോട്ട് ചെയ്തിരുന്ന ഈ ബൂത്തിൽ ഇത്തവണ 135 വോട്ടർമാരാണുള്ളത്. മാത്രമല്ല, ഈ പുനരധിവാസ പദ്ധതിയൊക്കെ പൂർത്തിയായാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ടാകുമോ എന്ന് തന്നെ ഉറപ്പില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരമാണ് ചെട്ടിയാലത്തൂരിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയത്. 7 ജനറൽ കുടുംബങ്ങളിലും ഏതാനും ആദിവാസി കുടുംബങ്ങളിലുമായി 200-ൽ താഴെ ജനങ്ങൾ മാത്രമാണ് ഇനി ചെട്ടിയാലത്തൂരിലുള്ളത്. വന്യജീവി സങ്കേതത്തിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. വന്യജീവികളുടെ സാന്നിധ്യം മൂലം കൃഷി അസാധ്യമായതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് കുറഞ്ഞ നഷ്ടപരിഹാരം വാങ്ങി ഒഴിഞ്ഞു പോകാൻ ഗ്രാമവാസികളെ പ്രേരിപ്പിച്ചത്. ഏതാനും കുടുംബങ്ങൾ കൂടി കുടിയൊഴിയാൻ ഒരുങ്ങുകയാണ്. ഈ ആൾക്കാരെ ഒച്ചപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് മൃഗശല്യം കൂടി, വീടുകളിൽ കൂടെ ആന നടക്കുക. പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കുക? പിന്നെ പണിക്ക് പോകാനും പറ്റൂല തീരെ. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും പോകാൻ ഉറച്ചിരിക്കുന്ന. എന്നാൽ വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും ഗ്രാമം വിട്ടുപോകാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ, ഞങ്ങൾ ജനിച്ച മണ്ണിൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ തന്നെ ഞങ്ങളെ മരിപ്പും നടക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തേടി വരുന്നവർക്ക് വോട്ടില്ലെന്ന് പറയുന്നവരും ഗ്രാമത്തിലുണ്ട്. വോട്ട് ചെയ്യുന്നുണ്ടോ ഇപ്രാവശ്യം? വോട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾ ആദിവാസികളോ ആരും ചെയ്യില്ല. എന്താ കാരണം? എന്താ? ഞങ്ങൾക്കൊന്നും തരുന്നില്ല. വീടില്ല, റോഡില്ല. ഇവിടെയൊക്കെ മഴക്കാലമായ നടക്കാൻ കൂടി പറ്റില്ല. എന്തായാലും കൂടുതൽ കുടുംബങ്ങൾ ഗ്രാമം വിടുന്നതോടെ ബാക്കിയുള്ളവരുടെ താമസം കൂടുതൽ ബുദ്ധിമുട്ടിലാകും. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം മുഴുവൻ ആളുകളും ഒഴിഞ്ഞുപോകാൻ തയ്യാറായാൽ ഒരുപക്ഷെ ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമം തന്നെ ഓർമ്മയായി മാറും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.